ഹായ് ഗായ്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് പറയുന്നത് എൻ്റെ 2 വർഷത്തെ DLED, അതായത് ഞാൻ പഠിച്ച കോഴ്സിനെ കുറിച്ചാണ്. അപ്പം 2 വർഷം ഞാൻ പഠിച്ചത് DLED എന്നൊരു കോഴ്സാണ്. അപ്പം ഞാൻ സ്പീഡ് പോസ്റ്റിൽ അയച്ച സ്ലോ മോഷൻ കഥയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. കേൾക്കാത്തവർക്ക് ഞാൻ താഴെ കൊടുത്തേക്കാം കേട്ടോ. അപ്പം DLED എന്ന കോഴ്സിലേക്ക് ഞാൻ എത്തിപ്പെട്ടത് എൻ്റെ ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള കാലഘട്ടത്തിലാണ്. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഈ DLED എന്ന കോഴ്സിനെ കുറിച്ച് ഞാൻ അറിയുന്നത്. അപ്പം എന്താണ് ഈ കോഴ്സ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. എന്താണെന്ന് അറിയണം എന്ന് വെച്ചാൽ എനിക്ക് പണ്ട് തൊട്ടേ ടീച്ചിങ്ങിനോട് എനിക്ക് ചെറിയ താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ എന്നെ അറിയാവുന്നവരൊക്കെ എന്നോട് പറയും, പോകണ്ട, നിനക്ക് ടീച്ചിങ് ഒന്നും പറ്റില്ല, നിനക്ക് പിള്ളേരെ മേയ്ക്കാനൊന്നും പറ്റില്ല, അതിനുള്ളതൊന്നും ഇല്ല നിനക്കെന്നൊക്കെ പറയും. അപ്പം ആ ഒരു രീതിയിൽ നിന്നാണ് എനിക്ക് ടീച്ചിങ്ങിലേക്ക് ഞാൻ മാറിയത്. എന്ന് വെച്ചാൽ എല്ലാവരും പറഞ്ഞ് എന്നെ കൊണ്ട് പറ്റൂലാണ്. അതുകൊണ്ട് ഞാൻ ഓഫ് കോഴ്സ് ആ ഒരു ഫീൽഡ് തന്നെ ഞാൻ തിരഞ്ഞെടുത്തു ഗൈസ്. അങ്ങനെ ഞാൻ ഈ DLED ലൈഫിലോട്ട് പോയി പറ്റി. 2 വർഷമാണ് DLED കോഴ്സ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഒന്നുമില്ല, LP UPക്കാരെ പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു ചെറിയ കോഴ്സാണ് കേട്ടോ. അതായത് നമ്മുടെ പണ്ടത്തെ TTC. അപ്പം 2 വർഷം എന്ന് പറയുമ്പം ഒരു 80 സംതിങ് ടീച്ചിങ് പ്രാക്ടീസിന് ഞാൻ പോയിട്ടുണ്ട്. LPയിലും UPയിലും ഒക്കെ പോയിട്ടുണ്ട്. അപ്പം 2 എക്സ്പീരിയൻസോടെ വെച്ച് പറയുകയാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ പേഴ്സണലി ഇഷ്ടപ്പെട്ടത് LPക്കാരെ തന്നെ കേട്ടോ. എന്ന് വെച്ചാൽ വേറൊന്നും കൊണ്ടല്ല, ഭയങ്കര സിൻസിയറാണ്. എന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടിലോ അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും ഒരു പ്രശ്നത്തിലോ ആണ് നമ്മൾ ആ സ്കൂളിലോട്ട് ചെല്ലുന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്കത് മാറ്റിത്തരും. ബിക്കോസ് നമ്മളിപ്പോൾ വെറുതെ എവിടെയെങ്കിലും ഇരിക്കുകയാണെങ്കിൽ പോലും എന്ത് പറ്റി ടീച്ചറെ ഒരു 100 ടീച്ചറെ വിളി നമുക്ക് അവിടെ കേൾക്കാൻ പറ്റും കേട്ടോ. അപ്പം നമുക്ക് ഓഫ് കോഴ്സ് നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി അത് മാറും. എന്തായാലും എന്നെപ്പോലുള്ള DLED കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ BEd കഴിഞ്ഞിട്ടുള്ളവർക്ക് ഓഫ് കോഴ്സ് ഇത് കണക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ BEd പഠിച്ചവർക്ക് അത്രയും കണക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. കാരണം കൊച്ചു പിള്ളേരിൽ നിന്നും വളരെ ഡിഫറൻസാണ് വലിയ പിള്ളേരെന്ന് പറയുന്നത്. കൊച്ചു പിള്ളേരെന്ന് പറയുമ്പം ഫുൾ ടൈം നമ്മുടെ പുറകെ ആയിരിക്കും. ഓഫ് കോഴ്സ് ഒരു ട്രെയിനിങ് ആയിട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ പുറകെ തന്നെ ആയിരിക്കും അവരെന്ന് പറയുമ്പം. പക്ഷേ എനിക്ക് UPയിലോട്ട് പോയപ്പം നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ കുട്ടികളായിട്ട് അത്ര നമുക്ക് LPക്കാരോട് ഇടപഴകുന്ന പോലെ UPക്കാരുടെ അടുത്ത് നമുക്ക് അങ്ങനെ പറ്റില്ല. കുറച്ചും കൂടെ മുതിർന്ന കുട്ടികളാകുമ്പോൾ അവർക്ക് അതിൻ്റേതായിട്ടുള്ളൊരു പക്വത ഉണ്ടാവും. അങ്ങനെ നിങ്ങളെൻ്റെ പഴയ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. അപ്പം കാണാത്തവർക്ക് ഞാൻ താഴെ കൊടുത്തേക്കാം കേട്ടോ. അപ്പം അങ്ങനെ പോസ്റ്റിൽ ചെയ്തു, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഡയറ്റിലാണ് എനിക്ക് കിട്ടിയത്. 2 വർഷം പെട്ടെന്ന് പോയി കിട്ടി ഗൈസ്. പെട്ടെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പക്കലോട് ഇഷ്ടം പോലുണ്ട് ഗൈസ്. ചാർട്ട് അത് ഇത് നമ്മളെ ആ ഒരു ടീച്ചിങ് പ്രാക്ടീസ് തുടങ്ങി കഴിയുമ്പോഴേക്കും ഗൈസ് ശരിക്കും നമ്മൾ ടൈം എങ്ങനെ പോകും എന്നുള്ളത് നമ്മൾ അറിയത്തില്ല. അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ DLED എന്നുള്ളത്. അപ്പോൾ ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ പറയാം കേട്ടോ. അപ്പം അങ്ങനെ ഈ ഒരു DLED ലൈഫ് എന്ന് പറയുന്നത് 2 വർഷം അങ്ങനെ അങ്ങ് കഴിഞ്ഞു. ഇപ്പം കേട്ടിട്ട് കിട്ടി. ആദ്യം എഴുതി സെക്കൻഡ് സെം കഴിഞ്ഞ സമയത്തായിരുന്നു ആദ്യത്തെ ടെസ്റ്റ്. പക്ഷെ അത് എഴുതിയെടുക്കാൻ പറ്റിയില്ല. അതായത് കുറച്ച് എഫേർട്ടും കൂടുതൽ മടിയുമായിരുന്നു. പക്ഷെ അത് മാറ്റി ഫോർത്ത് സെമ്മിൽ ഒരു ടെസ്റ്റും കൂടെ ഉണ്ടായിരുന്നു, അതും എഴുതി. അതിൽ കിട്ടി, 2ഉം കിട്ടി. അപ്പം വളരെ സന്തോഷം തോന്നി. ബിക്കോസ് നമ്മൾ എഫേർട്ട് ഇട്ടാൽ ഓഫ് കോഴ്സ് നമുക്കതിൻ്റെ വിജയം ഉണ്ടാവും ഗൈസ്. ഇപ്പോൾ LP UPയുടെ ഇത് നോക്കിക്കൊണ്ടിരിക്കുന്നുള്ളത്. പക്ഷെ ഈ ഒരു കോഴ്സിലൂടെ സത്യം പറഞ്ഞാൽ കുറേ അച്ചീവ്മെൻ്റ് ഉണ്ടായിട്ടുണ്ട് ഗൈസ്. വേറൊന്നല്ല, നമുക്ക് ഇപ്പോൾ സംസാരിക്കാനുള്ള ഒരു ശേഷി, നമുക്കൊരു സ്റ്റേജ് ഫിയർ മാറും. എന്നുവെച്ചാൽ നമുക്ക് ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പം എൻ്റെ കംഫർട്ട് സ്പേസ് മീൻസ്
ഭയങ്കരമായിട്ട് സംസാരിക്കാം. എങ്കിലും എൻ്റെ ഒരു കംഫർട്ട് സ്പേസ് അല്ലാതെ ഇപ്പോൾ ഒരു ബസ്സിൽ ഞാൻ യാത്ര ചെയ്യുകയാണെങ്കിൽ ഞാൻ മിണ്ടൂല ഗൈസ്, ഞാൻ മിണ്ടൂലായിരുന്നു പണ്ട്. പക്ഷെ ഇപ്പം ഞാൻ അങ്ങനെയല്ല. എന്ത് നേടി എന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് എനിക്ക് പറയാൻ പറ്റും ഗൈസ്. എനിക്ക് ഇപ്പം എന്തെങ്കിലും ഒരു സാഹചര്യം വന്നാൽ അവിടെ എനിക്ക് സംസാരിക്കാനുള്ള ഒരു ധൈര്യം കിട്ടി. അതുപോലെ തന്നെ എനിക്ക് പേടിയായിരുന്നു ആ ഒരു ഇൻറ്റേൺഷിപ്പ് സമയത്ത് എങ്ങനെ കുട്ടികളെ പഠിപ്പിക്കുക, എനിക്ക് പഠിപ്പിക്കാൻ പറ്റുമോ, എൻ്റെ ഒരു മൈൻഡ് തന്നെ അതായിരുന്നു. പിന്നെ ഞാൻ ഈ കോഴ്സ് വരുന്നതിന് മുന്നേ എൻ്റെ ഒരു മൈൻഡിൽ BEdനെ കുറിച്ച് കുറച്ചൊക്കെ ഒരു ഇതുണ്ട്. അപ്പം എന്ന് വെച്ചാൽ ഒരു സബ്ജക്റ്റ് എടുത്ത് അതായിരിക്കും മെയിൻ, അതിനെക്കുറിച്ചായിരിക്കും പഠിക്കുന്നത്, അങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു കോഴ്സിലോട്ട് വന്നപ്പോൾ ഗൈസ് മാത്സ്, ഇംഗ്ലീഷ്, സയൻസ്, സോഷ്യൽ, EVS, സൈക്കോളജി, ഫിലോസഫി, എൻ്റെ പൊന്ന് ഗൈസ് മാത്സ് എന്ന് കേട്ടപ്പോഴേ ഞാൻ തീർന്നു പകുതി. ബിക്കോസ് എനിക്ക് ഏറ്റവും പാടുള്ള വിഷയമാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് മാത്സും ഇംഗ്ലീഷൊക്കെ അത്യാവശ്യം കുറച്ച് പാടാണ്. അപ്പം ഞാൻ വിചാരിച്ചിട്ടേ തീർന്നു, ഇനി കോഴ്സ് എടുത്തിട്ട് വല്ല കാര്യമുണ്ടോ, പരീക്ഷയ്ക്ക് ചെയ്യിക്കും അറിയില്ല ഗൈസ്. എന്തായാലും ഞാനും വെയിറ്റിംഗ് ആണ്. മാത്സിൻ്റെ ഇംഗ്ലീഷിൻ്റെ ഒന്നും റിസൾട്ട് ഇതുവരെ വന്നിട്ടില്ല. സാകുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്നെ സംബന്ധിച്ച് എനിക്ക് ഡിഗ്രിയെക്കാട്ടി കുറച്ചും കൂടെ ഒരു പടി മുന്നിലായിട്ട് ഈ ഒരു കോഴ്സിനെ ഞാൻ കാണുന്നു. വേറൊന്നും കൊണ്ടല്ല, എന്നുവെച്ചാൽ മനുഷ്യന്മാരെ മനസ്സിലാക്കാനോ അതുപോലെ തന്നെ എങ്ങനെ ബിഹേവ് ചെയ്യാം അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഈ ഒരു കോഴ്സിലൂടെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കോഴ്സ് എങ്ങനെ എനിക്ക് എന്നുള്ളൊരു ചോദ്യം വരുവാണെങ്കിൽ ഓഫ് കോഴ്സ് ഞാൻ പറയും എനിക്ക് ഇങ്ങനെ തുറന്ന് പറയാനും അതുപോലെ തന്നെ എനിക്ക് സ്റ്റേജ് ഫിയർ മാറ്റാനും അതുപോലെ എനിക്ക് ഒരു തുറന്ന രീതിയിൽ തുറന്ന് സംസാരിക്കാനുള്ള ഒരു ശേഷി കിട്ടിയത് ഈ ഒരു കോഴ്സിൽ നിന്നാണെന്ന് ഞാൻ പറയും ഗൈസ്. അപ്പം ഇത്രയൊക്കെയാണ് എൻ്റെ ഒരു ചെറിയൊരു ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞതന്നേ ഉള്ളൂ, പങ്കുവച്ചതന്നേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്.